ഹായ് സ്റ്റുഡൻസ്, നമുക്കറിയാം നിങ്ങളെല്ലാവരും ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഭയങ്കര താല്പര്യത്തോടു കൂടി നമ്മുടെ ബ്രില്ലിൻ്റെ സ്പെഷ്യൽ പ്രോഗ്രാമായ BSOയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ BSOയുടെ 5ാം ക്ലാസ്സിലെ ബയോളജി സിലബസ് ഡിസ്കഷനാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോക്കിയാൽ നമ്മൾ ആദ്യം നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് ആദ്യം ലിവിങ് ആൻഡ് നോൺ ലിവിങ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ലിവിങ്, എന്താണ് നോൺ ലിവിങ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളവരും ജീവനില്ലാത്തവരും അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ 2 ടൈപ്പ് ആൾക്കാരാണുള്ളത്, ഒന്ന് ലിവിങ്ങും പിന്നെ എന്താണ് നോൺ ലിവിങ്ങും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇനി നമ്മൾ നോക്കാനുള്ളത് ഇവിടെ എന്താണ് ലിവിങ്ങിലും നോൺ ലിവിങ്ങിലും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, ഒന്നാമത്തെ ഡിഫറൻസ് നോക്കിയേ, നമ്മൾ ലിവിങ് തിങ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ലിവിങ് തിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ വളരുന്നുണ്ട്, അവർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട് അല്ലേ. പിന്നീട് ലിവിങ് തിങ്സിന് എന്താവശ്യമാണ്, ഫുഡ് ആവശ്യമാണ്, വാട്ടർ ആവശ്യമാണ്, എയർ ആവശ്യമാണ്. പിന്നെ ലിവിങ് തിങ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവർക്ക് അവരുടെ പ്രോജനീസിനെ അല്ലെങ്കിൽ അവരുടെ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മളെന്താ പറയുന്നത്, റീപ്രൊഡക്ഷൻ. അപ്പോൾ ലിവിങ് തിങ്സിൻ്റെ മറ്റു പ്രത്യേകതയാണ് എന്ത്, ദേ ക്യാൻ റീപ്രൊഡ്യൂസ്. പിന്നെ ലിവിങ് തിങ്സിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ദേ റെസ്പോണ്ട് ടു ദെയർ എൻവയോൺമെൻറ്റ് അല്ലേ. അവരുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സ്റ്റിമുലസിനോട് അവരെന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ലൈറ്റിനോട് അല്ലെങ്കിൽ ടച്ചിനോട് ഒക്കെ നമ്മുടെ ലിവിങ് തിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ സൂര്യപ്രകാശത്തോട് സസ്യങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടച്ചിനോട് അല്ലെങ്കിൽ സൗണ്ടിനോടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലിവിങ് തിങ്സ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റുകൾ, ലിവിങ് തിങ്സിൻ്റെ പ്രോപ്പർട്ടീസാണ്. പിന്നെ നമ്മൾ പറയുന്ന മോർ ഫീച്ചേഴ്സ് ഓഫ് ലിവിങ് തിങ്സ് പറയുമ്പോൾ നമുക്കറിയാം ലിവിങ് തിങ്സിൻ്റെ ഒരു ഫീച്ചറാണ് അവരെന്ത് കാണിക്കുന്നുണ്ട്, ലോക്കോമോഷൻ. എന്താണ് ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ ദേ മൂവ്, ശരിയല്ല, അവർ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അവരുടെ വേസ്റ്റ് മെറ്റീരിയൽ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അൺഡൈജസ്റ്റഡ് ഫുഡ് വേസ്റ്റ് ആണെങ്കിലും ബ്ലഡിൽ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽ ആണ് എല്ലാം എന്ത് ചെയ്യുന്നത്, അവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്ക്രീഷൻ എന്നുള്ളത് ഒരു പ്രോപ്പർട്ടിയാണ് ലിവിങ് തിങ്സിൻ്റെ. പിന്നെ ലിവിങ് തിങ്സ് എല്ലാം എന്താണ്, അവരുടെ സറൗണ്ടിങ്സിനോട് അഡാപ്റ്റഡ് ആണ്. സറൗണ്ടിങ്സിനോട് എന്താണ്, അവർ അഡാപ്റ്റഡ് ആണ്. പിന്നെ ദേ ഹാവ് എ ഡെഫിനിറ്റ് ലൈഫ് സ്പാൻ. അവർക്കൊരു സ്വന്തമായിട്ട് എന്തുണ്ട്, ഒരു ലൈഫ് സ്പാൻ ഉണ്ട്, ഒരു ലൈഫ് കാലഘട്ടമുണ്ട്, ഒരു കാലയളവുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലിവിങ് തിങ്സിൻ്റെ മോർ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്നത്. ഇനി നോൺ ലിവിങ് തിങ്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്, ഞാൻ വെച്ചിട്ടുണ്ട് ഒരു പാറ അല്ലെ, ഒരു റോക്ക് വെച്ചിട്ടുണ്ട്. ഈ നോൺ ലിവിങ് തിങ്സ് ആണ് ഇത്. ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രോപ്പർട്ടീസും ആര് കാണിക്കുന്നില്ല, ഈ നോൺ ലിവിങ് തിങ്സ് കാണിക്കുന്നില്ല. അപ്പോൾ നോക്കുമ്പം അവർക്ക് വളർച്ചയില്ല, അവർക്ക് ഡെവലപ്മെൻ്റ് ഇല്ല, പിന്നെന്താണ്, അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെന്താണ്, അവരുടെ എന്താണ് എൻവയോൺമെൻറ്റൽ സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, പിന്നെന്താണ്, അവർക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഫുഡിൻ്റെയോ അല്ലെങ്കിൽ എയറിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നോക്കിയാൽ നമ്മൾ പറഞ്ഞത് എന്താണ്, ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും. അപ്പോൾ നമ്മൾ ഇനി ഈ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, നെയിം 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് തിങ്സ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഏതെങ്കിലും 2 ലിവിങ് തിങ്സിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്, അവർ വളരുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവർ എൻവയോൺമെൻറ്റൽ സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്ന് പറയാൻ നമുക്ക് ലിവിങ് തിങ്സിൻ്റെ 2 ക്യാരക്ടറായിട്ട് പറയാൻ പറ്റും. അല്ലെ മൗണ്ടെയിൻസ്, ഇതൊക്കെ എന്താണ്, റോക്ക്, പാറക്കല്ലുകൾ, ഇതൊക്കെ എന്താണ് നോൺ ലിവിങ് തിങ്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ലിവിങ് തിങ്സിന് എന്താവശ്യമാണ്, ഫുഡ് ആവശ്യമാണ്, ശരിയല്ലേ. ലിവിങ് തിങ്സിന് എന്താവശ്യമാണ്, ഫുഡ് ആവശ്യമാണ്. പിന്നെ ലിവിങ് തിങ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ റോക്ക് എന്താണ്, ഒരു നോൺ ലിവിങ് തിങ്സ് ആണ് അല്ലേ. നോൺ ലിവിങ് തിങ്സ് റോക്കിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സെഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൻ്റെ. ഓക്കെ, നമ്മുടെ BSOയുടെ 2ാമത്തെ ടോപ്പിക്കാണ് ഹ്യൂമൻ ബോഡി. എന്താണ് ഹ്യൂമൻ ബോഡി? നമുക്കറിയാം മനുഷ്യ ശരീരം എന്ന് പറയും നമ്മൾ, അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഹ്യൂമൻ ബോഡിയിൽ നമ്മളിവിടെ പഠിക്കാനുള്ളത് ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്ന മേജർ സിസ്റ്റംസ് ഏതൊക്കെയാണെന്നാണ്. മേജർ ഹ്യൂമൻ ബോഡി സിസ്റ്റംസ് ഏതൊക്കെയാണ്, അതോടൊപ്പം തന്നെ ഈ സിസ്റ്റംസ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ആദ്യത്തെ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കി, ഇവിടെ നമ്മൾ പറയുമ്പം നമ്മുടെ ബോഡിയിലെ മേജർ സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, നല്ല ഞാൻ പഠിച്ചപ്പെടുത്താൻ നോക്കി. നമുക്ക് പഠിക്കാനുള്ളതാണ്. ഒന്നാമത് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. എന്തിനാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ ഫുഡ് കഴിക്കുന്ന ആഹാരം ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെയാണ് എന്ത് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്. നമ്മുടെ ശ്വസന വ്യവസ്ഥ എന്ന് പറയും, അല്ലെങ്കിൽ ബ്രീത്തിങ്, നമ്മുടെ ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഓക്സിജൻ ഉപയോഗിച്ച് നമ്മുടെ ബോഡിക്കകത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത് റെസ്പിറേറ്ററി സിസ്റ്റം. മൂന്നാമത്തെ സിസ്റ്റമാണ് എന്ത്, സർക്കുലേറ്ററി സിസ്റ്റം. അതിനകത്ത് വരുന്ന എന്തൊക്കെയാണ്, ബ്ലഡും ഹാർട്ട്, ബ്ലഡ് വെസൽ, ഇതൊക്കെയാണ് നമ്മുടെ ബോഡിക്കകത്തുള്ള ന്യൂട്രിയൻസിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ഏത്,
സർക്കുലേറ്ററി സിസ്റ്റം. മൂന്നാമത്തെ സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. എന്താ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് അവർ ബോഡി ആക്ഷൻസ് ആക്ഷൻസിനെയും സെൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് ഏത് നമ്മുടെ നെർവസ് സിസ്റ്റം. നാലാമത്തെ സിസ്റ്റമാണ് സ്കെൽറ്റൽ സിസ്റ്റം. നമ്മുടെ ബോഡിക്ക് ഷേപ്പ് സപ്പോർട്ട് ഒക്കെ കൊടുക്കുന്ന സിസ്റ്റമാണ് ഏത് സ്കെൽറ്റൽ സിസ്റ്റം. പിന്നെയുള്ള സിസ്റ്റമാണ് മസ്കുലാർ സിസ്റ്റം. പിന്നെയുള്ളത് എക്സ്ക്രീറ്ററി സിസ്റ്റമാണ്. എക്സ്ക്രീറ്ററി സിസ്റ്റം നമ്മുടെ ബോഡിക്കകത്ത് നമ്മുടെ ബോഡി വേസ്റ്റിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ഏതാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഏതൊക്കെ സിസ്റ്റംസ് ഉണ്ട്? ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, നെർവസ് സിസ്റ്റം ഉണ്ട്, സ്കെൽറ്റൽ സിസ്റ്റം ഉണ്ട്, മസ്കുലാർ സിസ്റ്റം ഉണ്ട്, പിന്നെന്താണ് എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട്. ഇത് നോക്കി ഈ ചാപ്റ്ററിൽ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്ന വേറൊരു ടോപ്പിക്കാണ് നമ്മുടെ സെൻസ് ഓർഗൻസ്. സെൻസ് ഓർഗൻ എന്ന് പറയുമ്പോൾ നമുക്ക് എൻവയോൺമെൻറ്റിനെ സെൻസ് ചെയ്യാനും അതനുസരിച്ച് നമുക്ക് തിരിച്ച് ആ സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിക്കകത്തുള്ള ഓർഗൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻസ് ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ സെൻസ് ഓർഗൻസ് ഉണ്ടെന്ന് നോക്കിയാൽ നമുക്കറിയാം. നിങ്ങളുടെ ബോഡി തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ അറിയാൻ പറ്റും ഏതൊക്കെയാണ്. ഐസിനെ പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. പിന്നെന്താണ് ഇയർ, ചെവികളെ പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. നോസ്, ടങ്, സ്കിന്ന്, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ മനസ്സിലിരിക്കുക, സെൻസ് ഓർഗൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഒന്ന് നമുക്ക് ഏതെങ്കിലും ഒരു 3 ഓർഗൻ സിസ്റ്റം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നോക്കി ഏതൊക്കെ പറയാൻ പറ്റും? ഒരു ഓർഗൻ സിസ്റ്റം നമുക്ക് ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ, നമ്മൾ പറഞ്ഞില്ലേ ഏതൊക്കെ പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ മസ്കുലർ സിസ്റ്റം പറയാം, സ്കെൽറ്റൽ സിസ്റ്റം പറയാം, പിന്നെന്താണ് നെർവസ് സിസ്റ്റം പറയാം. അല്ലെങ്കിൽ പിന്നെന്താ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം? സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? നമുക്കറിയാം നമ്മുടെ ബോഡിയുടെ ബ്ലഡിനെ സർക്കുലേറ്റ് ചെയ്യുകയാണ്. അതുവഴി നമ്മുടെ ബോഡിക്കകത്തുള്ള ന്യൂട്രിയൻസ്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് ഒക്കെ ബോഡിയുടെ എല്ലാ സെല്ലിലും എത്തിക്കുന്ന എന്ത് വഴിയാണ്? ഈ സർക്കുലേറ്ററി സിസ്റ്റം വഴിയാണ്. അടുത്ത് നമ്മൾ നോക്കിയാൽ ഹൗ മെനി സെൻസ് ഓർഗൻസ് നമുക്ക് എത്ര സെൻസ് ഓർഗൻസ് ഉണ്ട്? 5 സെൻസ് ഓർഗൻ. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടില്ലേ സെൻസ് ഓർഗൻസ് ഏതൊക്കെയായിരുന്നു? 1, 2, 3, 4, 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വിച്ച് സിസ്റ്റം കൺട്രോൾസ് ഓർ മൂവ്മെൻറ്റ്സ്? നമ്മുടെ ബോഡിയുടെ മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഏത് സിസ്റ്റം ആയിരുന്നു? നമ്മുടെ ബോഡിയുടെ മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഏതായിരുന്നു? നമ്മൾ കണ്ടതല്ലേ ഏതാണ്? നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റം. എന്താണ്? സ്കെൽറ്റൽ സിസ്റ്റമാണ് നമ്മുടെ ബോഡിയുടെ എന്ത് ചെയ്യുന്നത്? മൂവ്മെൻറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. സ്കെൽറ്റൽ ആൻഡ് മസ്കുലാർ സിസ്റ്റം ഒരുമിച്ചാണ്, സ്കെൽറ്റൽ സിസ്റ്റവും മസ്കുലാർ സിസ്റ്റവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു 2ാമത്തെ സെഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ. അപ്പം നമ്മൾ 5ാം ക്ലാസ്സിൽ 3ാമത് നമ്മൾ പഠിക്കാനുള്ള ഒരു സെഷനാണ് ഇത്, ഗെറ്റിംഗ് ടു നോ അബൌട്ട് പ്ലാന്റ്സ്. അപ്പോൾ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലാന്റ്സ് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? പ്ലാന്റ്സ് എല്ലാം എന്താണ്? ലിവിങ് ആണ് അല്ലേ? പ്ലാന്റ്സ് എല്ലാം എന്താണ്? ലിവിങ്ങിനകത്ത് വരുന്നതാണ് ഇത്. പ്ലാന്റ്സ് എല്ലാം എന്താണ്? ലിവിങ് ആണ്. അപ്പോൾ പ്ലാന്റ്സ് എങ്ങനെയാണ് ഭൂമിയുടെ അല്ല എർത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. അടുത്ത നമുക്ക് ഈ ഫങ്ഷൻസ് ഓഫ് പ്ലാന്റ്സ് നമുക്ക് എന്തൊക്കെ തരുന്നു നോക്കി, എന്തൊക്കെ ആണ് പ്ലാന്റ്സ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് നോക്കി. ഒന്നാമത് നമുക്ക് എന്ത് തരുന്നുണ്ട്? പ്ലാന്റ്സ് ഓക്സിജൻ തരുന്നുണ്ടല്ലേ? നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഒരു ഗ്യാസ് ആണ് ഇത് ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നതിനകത്ത് മേജർ പങ്ക് ആരാണ് വഹിക്കുന്നത്? പ്ലാന്റ്സ് ആണ്. പിന്നെ രണ്ടാമത് നമുക്ക് പ്ലാന്റ്സ് എന്തൊക്കെ തരുന്നു നോക്കിയാൽ നമുക്ക് ഫ്രൂട്ട്സ് തരുന്നു, വെജിറ്റബിൾസ് തരുന്നു, ഗ്രെയിൻസ് തരുന്നു. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ഈ ചാപ്റ്ററിൽ പറയും. പിന്നെ എന്താണ്? മെഡിസിൻ തരുന്നുണ്ട്, വുഡ് തരുന്നുണ്ട്, പിന്നെ നമുക്ക് ഷെൽട്ടർ തരുന്നു. അതോടൊപ്പം തന്നെ നോക്കിയേ നമ്മുടെ സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? പ്ലാന്റ്സ് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യും. അടുത്ത് നമ്മൾ പറയാവുന്നത് പ്ലാന്റ്സ് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു പ്രോസസ്സാണ് എന്ത്? ഫോട്ടോസിന്തസിസ്. പ്ലാന്റ്സ് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാന്റ്സിന് ഫോട്ടോസിസ് നടത്തുന്നത് എങ്ങനെയാണ്, അതിന് ആവശ്യമായ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയുണ്ടെന്നൊക്കെയാണ്. നോക്കിയാൽ എന്തൊക്കെയാണ് ആവശ്യം? സൺലൈറ്റ് ആവശ്യമാണ് പ്ലാന്റ്സിന്, വാട്ടർ ആവശ്യമാണ്, പിന്നെന്താ ആവശ്യമാണ്? കാർബൺ ഡയോക്സൈഡ് ആവശ്യമാണ്. അതൊക്കെ ഉപയോഗിച്ചിട്ട് പ്ലാന്റ്സ് എന്ത് പ്രിപ്പയർ ചെയ്യുകയാണ്? അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണ് അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോ സിന്തസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ സിന്തസിസ് എങ്ങനെയാണ് പ്ലാന്റ്സ് നടത്തുന്നതും നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നോക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കൊന്ന് ഡിസ്കഷൻ വേണ്ടി നോക്കാം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റൂട്ട്സ് അല്ലേ? റൂട്ട്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമുക്കറിയാം പ്ലാന്റ്സിൻ്റെ ഒരു മേജർ പാർട്ടാണ് ഏത്? റൂട്ട്. റൂട്ട് എവിടെ കാണുന്നത്? മണ്ണിനടിയിൽ കാണുന്ന പ്ലാന്റ്സിൻ്റെ പാർട്ടാണ് ഏത്? റൂട്ട്. റൂട്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? പ്ലാന്റ്സ് അവർ മണ്ണിൽ നിന്ന് വാട്ടറും മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി, വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? പ്ലാന്റ്സ് റൂട്ട് ഉപയോഗിക്കുന്നത്. ശരിയല്ലേ? രണ്ടാമത്തെ വിച്ച് ഗ്യാസ് ഡു റിലീസ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്? പ്ലാന്റ്സ് നമുക്ക് വേണ്ടി തരുന്ന അല്ലെ ഫോട്ടോസ് നടത്തി നമുക്ക് വേണ്ടി പുറത്തേക്ക് വിടുന്ന ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ഗ്യാസ്? നമുക്കറിയാം, അത് നമ്മൾ കണ്ടല്ലോ. ഏതായിരുന്നു? ഓക്സിജൻ. ഏതായിരുന്നു? ഓക്സിജൻ, O2 അല്ലേ? രണ്ട്, നെയിം ദ പ്ലാന്റ് പാർട്ട് ദാറ്റ് പ്രൊഡ്യൂസ് ഫുഡ്. പ്ലാന്റ്സിൻ്റെ ഏത് പാർട്ടിലാണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് അതിൻ്റെ ബോഡിയുടെ ഏത് പാർട്ട് വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടത്തുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ഏത് പാർട്ടിൽ നിന്നാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവരുടെ ലീഫിൽ നിന്നാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെഷനിൽ, ഈ ഒരു ചാപ്റ്ററിൽ പ്ലാന്റ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പഠിക്കും. ഓക്കെ, ഇനി നോക്കി നമ്മൾ 4ാമത് നമ്മൾ പഠിക്കാനുള്ള ബയോളജിയിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്കാണ് നാച്ചുറൽ റിസോഴ്സസ്.
എന്താണ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ നമുക്കറിയാം എന്താ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിഭവങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിഭവങ്ങൾ. അത് എന്തൊക്കെയുണ്ട്? നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രകൃതി തരുന്ന ആ വിഭവങ്ങൾ നമുക്ക് ഹ്യൂമൻസിന് ഉപയോഗിക്കാം, മനുഷ്യന് ഉപയോഗിക്കാം, അനിമൽസിന് ഉപയോഗിക്കാം, പ്ലാന്റ്സിന് ഉപയോഗിക്കാം. ശരിയല്ലേ? അപ്പോൾ പ്ലാന്റ്സിനാണെങ്കിലും അനിമൽസിനാണെങ്കിലും ഹ്യൂമൻസിനാണെങ്കിലും എല്ലാം സർവൈവ് ചെയ്യണമെങ്കിൽ, ഈ ഭൂമിയിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ എന്താവശ്യമാണ്? പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ചില നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, അത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നോക്കി ഇവിടെ എന്തൊക്കെയാ റിസോഴ്സസ് നോക്കാം. ടൈപ്പ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, നേച്ചർ അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് തരുന്ന ജലവിഭവങ്ങൾ. അത് രണ്ടായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ അതിനെ രണ്ടായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഒന്ന് റിന്യൂവബിൾ റിസോഴ്സസും രണ്ടെന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്നാണ് പറയുക. ഏതൊക്കെയാണ്? റിന്യൂവബിൾ റിസോഴ്സസും പിന്നെന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ക്യാൻ ബി റീപ്ലേസ് നാച്ചുറലി, നമുക്ക് വീണ്ടും ഉപയോഗിച്ച് തീർന്നാലും പ്രകൃതിയിൽ നിന്ന് നമുക്ക് വീണ്ടും തിരിച്ച് ലഭിക്കുന്ന വിഭവങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? എന്താണ്? റിന്യൂവബിൾ റിസോഴ്സസ്, അല്ലെങ്കിൽ വീണ്ടും നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഉദാഹരണം പറയുകയാണെങ്കിൽ സൺലൈറ്റ് നമുക്ക് ഒരിക്കലും ഉപയോഗിച്ച് തീർക്കാൻ പറ്റത്തില്ല. വീണ്ടും പ്രകൃതി നമുക്ക് തരുന്നൊരു വിഭവമാണ് ഏത്, അല്ലെങ്കിൽ റിസോഴ്സാണ് ഏത്? സൺലൈറ്റ്. പിന്നെ എയർ, ശരിയല്ലേ? വാട്ടർ, പ്ലാന്റ്സ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. നമ്മൾ ഈ പറയുന്ന റിന്യൂവബിൾ റിസോഴ്സിന് എക്സാമ്പിളാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. രണ്ടാമത് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് ലിമിറ്റഡ് എമൗണ്ടിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ സോയിൽ മിനറൽസ്, പിന്നെന്താണ് പെട്രോളിയം, കോൾ, കൽക്കരി, ഇതൊക്കെ എന്താണ് പ്രകൃതിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ച് പ്രകൃതിയിൽ നിന്ന് തീർന്നു പോയാൽ പിന്നെ വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ പറയുന്നത് ഈ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ് ഫോറസ്റ്റ്. എന്താണ് ഫോറസ്റ്റ്? നമ്മൾ കാടുകൾ എന്ന് പറയും മലയാളത്തിൽ, അല്ലേ? ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രീൻ വെൽത്ത് എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രകൃതിയിലെ എന്താണ് പച്ചപ്പ്, അല്ലെങ്കിൽ നമുക്ക് പ്രകൃതിയിൽ കിട്ടുന്ന എല്ലാ വിഭവങ്ങളുടെയും ഒരു മേജർ സോഴ്സ് എന്ത് തന്നെയാണ്? ഫോറസ്റ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നോക്കുമ്പോൾ എന്തൊക്കെ തരുന്നു നമുക്ക് ഫോറസ്റ്റ്? നമുക്ക് ഓക്സിജൻ, നമുക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള ഓക്സിജൻ തരുന്ന എവിടെ നിന്നാണ്? സസ്യങ്ങളാണ്. സസ്യങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? ഫോറസ്റ്റിലാണ്. പിന്നെ ഫുഡ് തരുന്നു. പിന്നെന്താണ്? മെഡിസിൻ തരുന്നുണ്ട്. ശരിയല്ലേ? മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് കിട്ടും. പിന്നെന്താണ്? നമുക്ക് ഹോം ടു വൈൽഡ് ലൈഫ്. ശരിയല്ലേ? നമ്മൾ ഈ പടത്തിൽ കാണാൻ നോക്കി എന്തൊക്കെയാണ് പല വൈൽഡ് ലൈഫുകളുടെയും എന്താണ് ആവാസ വ്യവസ്ഥ, അവർ താമസിക്കുന്ന എവിടെയാണ്? ഫോറസ്റ്റിലാണ്, അല്ലേ? അപ്പോൾ ഫോറസ്റ്റില്ലെങ്കിൽ ഈ പറഞ്ഞ പുലിക്കോ കടുവയ്ക്കോ ആനയ്ക്കോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അവരുടെ എല്ലാം ഒരു ഹോമാണ് ഏത്? നമ്മുടെ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ സോയിൽ ഇറോഷൻ, മണ്ണ് ഒലിച്ചു പോകാതെ തടയുന്നു. പിന്നെന്താണ്? റെയിൻഫാൾ, മഴ പെയ്യിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ ഫോറസ്റ്റുകളാണ് ഒന്ന്. അപ്പോൾ നോക്കി എന്തൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെപ്പറ്റി എങ്ങനെയാണ് മഴ പെയ്യാൻ വേണ്ടി ഫോറസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത്, എന്തൊക്കെ ജീവികളാണ് ഫോറസ്റ്റിൽ കാണപ്പെടുന്നത്, ഫോറസ്റ്റ് എങ്ങനെയാണ് നമ്മുടെ പ്രകൃതിയുടെ നിലനിൽപ്പിനെ സഹായിക്കുന്നതെന്നൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യും. അടുത്താണ് വൈൽഡ് ലൈഫ് നേച്ചർ ഡൈവേഴ്സിറ്റി. നോക്കിയാൽ വൈൽഡ് ലൈഫ് നേച്ചേഴ്സ് ഡൈവേഴ്സിറ്റി. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ പറയുന്ന വൈൽഡ് ലൈഫിനെ പറ്റിയാണ്. പ്രകൃതിയിൽ എന്താണ് ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ജീവിതങ്ങൾ, ലൈഫിനെ പറ്റിയാണ്. ഏതൊക്കെയാണ് അവർ? നമ്മൾ നോക്കുമ്പോൾ വൈൽഡ് അനിമൽസ് ഉണ്ട്, പിന്നെന്താണ് ബേർഡ്സ് ഉണ്ട്, പിന്നെന്താണ് ഇതൊക്കെ എന്താണ് വൈൽഡ് ലൈഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഇവരെല്ലാം എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? നമ്മുടെ വൈൽഡ് ലൈഫിൻ്റെ അല്ലെങ്കിൽ നേച്ചറിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നോക്കി ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് നമ്മൾ ഈ കൺസർവേഷൻ, ഈ വൈൽഡ് ലൈഫിനെ അല്ലെങ്കിൽ നേച്ചറിനെ കൺസർവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ശരിയല്ല? അപ്പോൾ എങ്ങനെയൊക്കെ കൺസർവ് ചെയ്യാം, അതിനുവേണ്ടി നമ്മൾ പറയേണ്ടതാണ് 3 R നമ്മൾ പഠിക്കണം. ഏതൊക്കെയാണ് 3 R? ഒന്ന് റെഡ്യൂസ്, പിന്നെന്താണ് റീയൂസ്, റീസൈക്കിൾ. ഈ 3 ടേമുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന സെഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ചാപ്റ്റർ പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നോക്കി ഇവിടുത്തെ ഈ ഏരിയയിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. എന്തൊക്കെയാണ്? ഒന്ന്, വാട്ട് ആർ ദ നാച്ചുറൽ റിസോഴ്സസ്, അല്ലേ? നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നാച്ചുറൽ റിസോഴ്സസ് ഏതൊക്കെയാണ് നമുക്ക് നേരത്തെ കണ്ടല്ലോ. ഏതാണ്? ഓക്സിജൻ കിട്ടുന്നുണ്ട്, ശരിയല്ലേ? സൺലൈറ്റ് കിട്ടുന്നുണ്ട്, പിന്നെ പ്ലാന്റ് പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്, മെഡിസിൻ കിട്ടുന്നുണ്ട്, ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് പറയാം? പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നാച്ചുറൽ റിസോഴ്സാണ്. വാട്ടർ, ഇതെല്ലാം പറയാൻ പറ്റും. ഇനി 2 എക്സാമ്പിൾ നമ്മളിപ്പോൾ കണ്ടത് എന്താണ്? റിന്യൂവബിൾ റിസോഴ്സസിന് 2 എക്സാമ്പിൾ. പ്രകൃതിയിൽ നിന്ന് നമുക്ക് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്ന റിന്യൂവബിൾ റിസോഴ്സസിന് 2 എക്സാമ്പിൾ. നേരത്തെ പറഞ്ഞ സൺലൈറ്റ്, എയർ,
പിന്നെന്താണ് വാട്ടറൊക്കെ എന്തിന് എക്സാമ്പിളാണ്, റിന്യൂവബിൾ സോഴ്സസിന് എക്സാമ്പിളാണ്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, വൈ ഷുഡ് വി സേവ് ഫോറസ്റ്റിനെ നമ്മൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് പഠിക്കണം. പിന്നെന്താണ് നമ്മൾ നെയിം 2 യൂസസ് ഓഫ് വാട്ടർ, വെള്ളം കൊണ്ട് നമുക്കുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അക്വാട്ടിക് ജീവികൾക്കൊക്കെ, വെള്ളത്തിൽ ജീവിക്കുന്ന മീൻ പോലുള്ള ജീവികൾക്കൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താവശ്യമാണ്, വാട്ടർ ആവശ്യമാണ്. പിന്നെ നമ്മുടെ ബോഡി നിലനിർത്തണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ തന്നെ 90% എന്തിൻ്റെ കണ്ടൻറ്റാണുള്ളത്, വാട്ടറിൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ നമുക്ക് ജീവിക്കണമെങ്കിൽ എന്താവശ്യമാണ്, വാട്ടർ ആവശ്യമാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് BSO പ്രോഗ്രാമിൽ എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ബയോളജിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കിനെ പറ്റിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് 5ാം ക്ലാസ്സിൽ BSOയിൽ പഠിക്കാനുള്ള സിലബസ്. ഓക്കെ.